സമൂഹമാധ്യമ നിരോധനം നീക്കി നേപ്പാൾ. ജൻസി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിരോധനം ഭരണകൂടം നീക്കിയത്. ജൻസി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് വെടിവയ്പിൽ നേപ്പാളിൽ ഇന്നലെ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 400-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. നേപ്പാൾ ആഭ്യന്തരമന്ത്രി ഇന്നലെ രാജിവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം സാമൂഹ്യ വിരുദ്ധ ശക്തികൾ പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയെന്നും മരണങ്ങൾ അതീവ ദുഃഖകരമെന്നും പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അഭിപ്രായപ്പെട്ടു. നന്ദൻ, എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ? ജൻസിക്ക് മുൻപിൽ നേപ്പാൾ ഭരണകൂടം മുട്ടുമടക്കി എന്നുള്ളത് തന്നെയല്ലേ? എങ്ങനെയാണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? തീർച്ചയായിട്ടും ജൻസി പ്രക്ഷോഭത്തിൽ നേപ്പാൾ ഭരണകൂടം മുട്ടുമടക്കി എന്ന് വേണം വിലയിരുത്താൻ. കഴിഞ്ഞ ദിവസം 19 മരണങ്ങളാണ് ജൻസി പ്രക്ഷോഭത്തിൽ ഉണ്ടായത്. ഈ മരണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, പ്രക്ഷോഭങ്ങൾ ഒരു തരത്തിലും ശമിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തി നിന്നിരുന്നത്. അതായത് ബംഗ്ലാദേശിലെ പോലെ പ്രക്ഷോഭങ്ങൾ ആളിപ്പടരുവാനുള്ള ഒരു സാധ്യതയായിരുന്നു നിലനിന്നിരുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരം അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഈ അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി രാജി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയുടെ രാജിയടക്കം ഈ ജൻസി, അതായത് 1990 ശേഷം ജനിച്ച യുവതലമുറ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അതായത് രാജ്യസുരക്ഷ മുൻനിർത്തിക്കൊണ്ട് 26 സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് നേപ്പാൾ സർക്കാർ കഴിഞ്ഞ 4-ാം തീയതി മുതലാണ്. എന്നാൽ ഈ പ്രക്ഷോഭകർ ഇതുമായി ബന്ധപ്പെട്ട യുവതലമുറകൾ ചൂണ്ടിക്കാണിക്കുന്നത് നേപ്പാൾ സർക്കാരിന്റെ ദുർഭരണം പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ, അല്ലെങ്കിൽ ദുർഭരണം മൂടിവെക്കുവാൻ വേണ്ടി ഉള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ നേപ്പാളിൽ 26 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ചത് എന്നുള്ളതാണ്. ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ചപ്പോൾ ഇന്നലെ വലിയ പ്രക്ഷോഭങ്ങൾ നേപ്പാൾ പാർലമെന്റിന്റെ മുന്നിൽ കാഠ്മണ്ഡുവിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പോലീസ് വെടിയുതിർത്തു. ആദ്യഘട്ടത്തിൽ ലാത്തി പ്രയോഗിച്ചും കണ്ണീർവാതകം ഉപയോഗിച്ചും പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ നടത്തിയ നീക്കങ്ങൾ വിലപ്പോയില്ല. തുടർന്ന് പോലീസിന് ബുള്ളറ്റ് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ 19 മരണമുണ്ടായി. ഏതാണ്ട് 400-ലധികം പേർക്കാണ് ഈ ഒരു പ്രക്ഷോഭത്തിൽ ഈ പോലീസ് നടത്തിയ ലാത്തി ചാർജിലും മറ്റും പരിക്കേറ്റിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ സർക്കാർ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതായത് വരും ദിവസങ്ങളിലും ഈ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പടരുമെന്നുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ വേണ്ടി ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നത്, ഈ പൂർണ്ണമായും നിരോധനം എടുത്തു മാറ്റിയത്. അതേസമയം തന്നെ ഈ പ്രക്ഷോഭം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നേപ്പാൾ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ വീണ്ടും പ്രതിഷേധിക്കുവാൻ വേണ്ടി യുവതലമുറ കാഠ്മണ്ഡുവിലടക്കം ഇപ്പോഴും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സർക്കാരിൻ്റെ ദുർഭരണമാണ് യുവതലമുറ മുന്നോട്ട് വെക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം അത് ഈ സർക്കാർ ദുർഭരണം മാധ്യമ നിരോധനം നീക്കിയിരിക്കുകയാണ് നേപ്പാൾ ഭരണകൂടം. ജൻസി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിരോധനം നീക്കിയത്. എന്തായാലും ഒടുവിൽ ജൻസിക്ക് മുൻപിൽ നേപ്പാൾ ഭരണകൂടം മുട്ട് മടക്കി എന്നുള്ള വാർത്തയാണ് നന്ദഗോപൻ പങ്കുവച്ചത്. കൂടുതൽ